മുകുന്ദപുരം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി സ്ഥാപകനും മനുഷ്യസ്നേഹിയുമായ MT ജൂസയുടെ സ്മരണാർത്ഥം കാവ്യസായാഹ്നവും പ്രതിഭകളെ ആദരിക്കലും അനുസ്മരണ സമ്മേളനവും മടപ്ലാതുരത്ത് പെരിയാറിന്റെ തീരത്ത് വെച്ച് നടന്നു. MT ജൂസ സ്മാരക മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം ഐമനം രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവിടെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്ന് ഇത് ലഭിക്കുമെന്നുള്ളത് 100%. അതാണ് അതിന്റെ കിടപ്പ്. പ്രകൃതിയുടെ കാലത്തിന്റെ കിടപ്പ് അങ്ങനെയാണ്. കൊടുക്കുന്നത് നമുക്ക് തന്നെ തിരിച്ചു വരും. അതാണ് സംഭവം. അതുകൊണ്ട് ജോജോ മനക്കൽ ഇപ്പൊ തന്നെ ഭാഗ്യവാനാണ്, മഹാഭാഗ്യവാനാണ്. അച്ഛന് വേണ്ടി കൊടുക്കുന്നു. അതുകൊണ്ട് താങ്കൾക്കും അത് ലഭിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. MS രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ദേവദാസ് ചേന്നമംഗലം, ഫിലിപ്പ് ഓളാട്ടുപുറം, VS ബോബൻ, ഷീല മൂസ മനക്കിൽ, ജിസ്മോൻ ഫ്രാൻസിസ്, UR ഉണ്ണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങ് പ്രസിദ്ധ ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. മോശം പ്രവണതയല്ല. എല്ലാവരും എഴുത്തുകാരാകുക, എല്ലാവരും കവികളാകുകയാണ്. കവികളല്ലാത്ത ആരും ഇല്ല എന്നതാണ്. ഒരു കവിത എഴുതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഒരു ചെറിയ കവിതാ സമാഹാരമാക്കാനുള്ള നിവൃത്തിയായാൽ അപ്പോൾ പിറ്റേ ദിവസം ആ പുസ്തകം ഇറങ്ങിയിരിക്കും. നമുക്കറിയാവത് ആ പുസ്തകം ഇറങ്ങിയിരിക്കും. അതിന്റെ 3-ാം ദിവസം ആ പുസ്തകത്തിന് അവാർഡും കിട്ടും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പൊ ഇതിന് എന്തർത്ഥം എന്ന് നമുക്ക് ഒരു നിശ്ചയമില്ലാതെ പലപ്പോഴും മലച്ച് നിൽക്കാറുണ്ട്. എങ്കിലും അവരെല്ലാം നമുക്ക് ഉൾക്കൊള്ളേണ്ട ആളുകളാണ്, കാലഘട്ടത്തിന്റെ ആളുകളാണ്. അവർ നമ്മോടൊപ്പം സഞ്ചരിക്കേണ്ട ആളുകളാണ്. അവരെ ചവിട്ടി താഴ്ത്തേണ്ട കാര്യമൊന്നും നമുക്കില്ല. അതിൽ ഒടിപ്പുള്ളത് ജീവിച്ചു പോകേണ്ടത് അല്ലെങ്കിൽ നാമ്പെടുത്തു വരേണ്ടത് നാമ്പെടുത്തുള്ളൂ. ഇത്രയും നമുക്ക് വിചാരിക്കാനുള്ളൂ, പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എഴുത്തുകാരൻ VR നോയൽ രാജ് അധ്യക്ഷനായി. ജോജോ മനക്കിൽ വന്ന ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന വളരെയേറെ ഇപ്പോൾ ചൂടത്ത് യാത്ര ചെയ്യാൻ പാടില്ല എന്നോട്ട് ആ സമയത്ത് യാത്ര ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഐമനം രവീന്ദ്രൻ സാറിനെ നിങ്ങളുടെ എല്ലാവരും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു. അന്ന മരിയ, ഷാജു പീറ്റർ എന്നിവർ സംസാരിച്ചു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ പൊന്നാടയിട്ട് ആദരിച്ചു. ഹൗവ ടീച്ചർ വന്നിട്ടുണ്ടോ? തുടർന്ന് കവികളുടെ കവിയരങ്ങ് നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.